അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാലിഹായ ഒരു ഇബാദത്തായി അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരുപാട് അധ്യായങ്ങൾ എത്ര സമയം ചെലവഴിച്ച് നാം അത് വായിക്കാൻ ശ്രദ്ധിച്ചാലും നമുക്ക് വായിച്ച് തീരാൻ സാധിക്കാത്ത അത്രയധികം പരന്നു കിടക്കുന്ന വിശാലമായ ചരിത്രമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ, അവിടുത്തെ ജീവിതത്തിൻ്റെ സന്ദേശങ്ങളെ ഉൾക്കൊള്ളാൻ പരമാവധി ശ്രമിക്കുക, ശ്രദ്ധിക്കുക, താല്പര്യം കാണിക്കുക എന്നതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നബിതങ്ങളെ ഇഷ്ടം വെക്കുന്നത്, നബിതങ്ങളെ സ്നേഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു പറയാണ്, നബിയെ അങ്ങ് പറയണം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, അള്ളാഹുവിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം, എന്നെ പിൻപറ്റണം. എന്നാൽ യുഹ്ബിബികുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു തരുകയും ചെയ്യും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു പുറത്തു തരുന്നവനാണ്, അള്ളാഹു കരുണ കാണിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാതെ, അവിടുത്തെ പിൻപറ്റാതെ അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കാൻ നമുക്ക് സാധ്യമല്ല എന്ന് വ്യക്തമായി റബ്ബ് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. കാരണം അള്ളാഹുവിൻ്റെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു കാര്യം നബി തങ്ങളെ സ്നേഹിക്കലാണ്. നബി തങ്ങളെ സ്നേഹിച്ചാലോ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുകയും ചെയ്യും. അള്ളാഹു
നിങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുന്നവനാണ്, നിങ്ങളോട് കരുണ കാണിക്കുന്നവനാണ്. ഈ ഒരു ആയത്ത് ഇറങ്ങാനുള്ള ഒരു പശ്ചാത്തലം തഫ്സീർ പഠിപ്പിക്കുന്നത്, ജൂതന്മാരായ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെപ്പറ്റി പറഞ്ഞത്, മുഹമ്മദെ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ശ്രദ്ധിക്കുന്നില്ല, ഞങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഖുർആൻ ഇറങ്ങി, അള്ളാഹിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ, നബിതങ്ങളെ നിങ്ങൾ സ്നേഹിക്കണം, നബിതങ്ങളെ പിൻപറ്റണം. നബിതങ്ങളെ പിൻപറ്റുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നബിതങ്ങളുള്ള ബന്ധം ശക്തമാക്കുക, നബിതങ്ങൾ കാണിച്ചു തന്ന മാതൃക നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, നബിതങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുക, ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യുക, നബിതങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളെയും നമ്മൾ മാറ്റുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടതായ ഉത്തരവാദിത്വം. അങ്ങനെയാണ് നമുക്ക് പ്രവാചക സ്നേഹം കരഗതമാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അതും ഹദീസ് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും, മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാമൻ അബ, ഇല്ലാമൻ അബ, എന്നോട് എതിര് ചെയ്തവർ. അഥവാ സഹാബത്ത് ചോദിച്ചു, മൻ അബ യാ റസൂലല്ലാഹ്, ആരാ അബ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ അതാഅനി, എന്നെ അനുസരിച്ചവർ ദഖലൽ ജന്ന, ഒരു സ്വർഗത്തിലാണ്. ഒമൻ അസാനി ഫഖദ് അബ, എന്നോട് എതിര് ചെയ്തവൻ അവൻ എന്നോട് പിണങ്ങിയവനാണ്, എതിര് ചെയ്തവനാണ്, അവനിക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശനമാണോ, അള്ളാഹിൻ്റെ റസൂലിനെ നിങ്ങൾ സ്നേഹിക്കണം, അള്ളാഹിൻ്റെ റസൂലിനോട് നിങ്ങൾ ബഹുമാനം കാണിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകളെ നിങ്ങൾ മുറുകെ പിടിക്കണം. സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹിൻ്റെ അടുക്കൽ മലക്കുകൾ വന്നു. അവരിങ്ങനെ പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി. ഈ കിടക്കുന്ന ആൾ ആരാണ്? അപ്പോൾ ചിലർ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇന്ന ഉന്നായിമുൻ, ഇത് ഉറങ്ങാണ്, പക്ഷേ ഈ മനുഷ്യൻ, ഈ അടിമ ഉറങ്ങുകയാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മാത്രമേ ഉറങ്ങുന്നുള്ളൂ, കൽബ് ഉറങ്ങണില്ല, കൽബ് ഉണർന്നു കിടക്കുകയാണ്. വൽ കൽബു യഖ്ലാൻ, ഹൃദയം അത് ഉണർന്നു കിടക്കുകയാണ്. അങ്ങനെ ചില മലക്കുകൾ പറഞ്ഞു, ഈ ഇദ്ദേഹത്തിൻ്റെ ഉപമ, ഒരു നല്ലൊരു മനോഹരമായൊരു വീട് ഒരാളുണ്ടാക്കി, ആ വീട് താമസം അതിലേക്ക് അത് നടത്തണം, ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചു എന്ന പോലെയാണ്. അതായത് അല്ലാഹു തആല സ്വർഗം നേരത്തെ ഉണ്ടാക്കി വെച്ചു, ആ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത്. നബി തങ്ങളെ ക്ഷണിക്കുന്ന ആളാണ്. ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജം മുനീറാ. അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി അള്ളാഹു പറയാ, ഓ നബി ആയിട്ടുള്ളവരെ, അങ്ങയെ നാം അയച്ചിട്ടുള്ള ഷാഹിദൻ, സാക്ഷിയായിട്ട്, ഓ മുബശ്ശിറൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവനായിട്ട്, നല്ലത് ചെയ്ത് ജീവിച്ചാൽ, നന്മ പ്രവർത്തിച്ചാൽ അവർക്ക് സ്വർഗമുണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ട് എന്ന് അറിയിക്കാൻ, വ നസീറ, തിന്മ ചെയ്താൽ നരകമുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകാൻ, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി, അള്ളാഹുവിൻ്റെ സമ്മതത്താൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനായി,
വസിറാജം മുനീറാ, കത്തിജ്വലിക്കുന്ന പ്രകാശമായിട്ട് നബിതങ്ങളെ നാം അയച്ചു. നബിതങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ വിശേഷണങ്ങളും ഏകദേശം ഒത്തിണങ്ങിയ ഒരു ആയത്താണ് ഇത്. പ്രധാനപ്പെട്ട നബിതങ്ങളുടെ ആ മധുഹുകളാണ് ഈ ആയത്തിലൂടെ നമ്മൾ കേട്ടത്. അപ്പം അല്ലാഹുവിൻ്റെ റസൂൽ ആരാണെന്ന് നമുക്ക് മനസ്സിലായി. ആ റസൂലിൻ്റെ ജീവിതം, എന്തിന് റസൂലുള്ളാഹി തങ്ങൾ റസൂലുള്ളാഹിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നബിതങ്ങളുടെ പ്രബോധന കാലം എന്ന് പറയുന്നത് 23 കൊല്ലമാണ്. 10 കൊല്ലം മക്കയിലും 13 കൊല്ലം മദീനയിലും, 23 കൊല്ലം. ഈ 23 കൊല്ലത്തെ ജീവിതം എന്ന് പറയുന്നത് അത് എല്ലാം അതിൽപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കുമുള്ള മാതൃകയും അതിലുണ്ട്. ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഉദാത്തമായ ഒരു ജീവിതമാണ് അവിടുന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. ഉസ്വത്തുൻ ഹസന ഖുർആൻ പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങളിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട്. ഉസ്വത്തുൻ ഹസന. ഖുർആൻ വേറെയും സ്ഥലത്ത് ഒരുപാട് പറയുന്നുണ്ട്. വഇന്നക ലഅലാ ഖുലുഖിൻ അലീം, അങ്ങ് നല്ല സ്വഭാവത്തിൻ്റെ ആളാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല തന്നെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. 10 കൊല്ലം 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വ പദവി ലഭിക്കുമ്പോൾ ആളുകൾക്കിടയിൽ പ്രബോധനത്തിൻ്റെ ആ തുടക്കത്തിൽ നിബിതങ്ങളോട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അടുത്ത കുടുംബക്കാരെ ദീനിലേക്ക് ക്ഷണിക്കണം. വഅൻദിർ അശീറതകൽ അഖ്റബീൻ. നിബിതങ്ങൾ വിളിച്ചു, നിബിതങ്ങളെ കുടുംബക്കാരെ വിളിച്ചു വരുത്തി. എല്ലാവരെയും പേരെടുത്ത് വിളിച്ചു. നബിതങ്ങൾ സഫാ കുന്നിൻ്റെ മേൽ ഒരുമിച്ച് കൂട്ടി. അവിടെ നിന്ന് ചോദിച്ചു, എന്നെ നിങ്ങൾ വിശ്വസിക്കുകയില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കാരണം അപ്പുറത്ത് അബുൽ ഖുബൈസ് പർവ്വതമാണ് അപ്പുറത്ത് ആ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തൊരു സായുധ സംഘം നിങ്ങളെ വധിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കുകയില്ലേ? അത് അംഗീകരിക്കും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കണം. ഞാൻ അവൻ്റെ പ്രവാചകനാണ്. ബിംബാരാധന നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് അബൂ ലഹബ് പറഞ്ഞത്, തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശമുണ്ടാവട്ടെ, ഇതിനാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്? അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്നുള്ള സൂറ. അബൂലഹബ് നശിച്ചു എന്ന് പറഞ്ഞത് സത്യമായി. ആ അബൂലഹബ് പിന്നെ വിശ്വാസിയായിട്ടില്ല. അങ്ങനെ അവിടെ നിന്നങ്ങോട്ട് തുടങ്ങി നബിതങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ. 3 വർഷക്കാലം ഷിഅബ് അബി താലിബിൻ്റെ മലഞ്ചെരുവിൽ താമസിച്ചു. വീട് വിട്ടിറങ്ങി, വീട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. നബിതങ്ങളും ഏതാനും ചില ആളുകളും. ഭക്ഷണമായിട്ട് അന്നമായിട്ടൊന്നും കിട്ടിയില്ല. പച്ചില തിന്ന് ജീവിച്ചു. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ. പിതാവിൻ്റെ കണ്ടിട്ടില്ലല്ലോ നബിതങ്ങൾ. അബ്ദുൽ മുത്തലിബാണ് നബിതങ്ങളെ വളർത്തി വലുതാക്കിയത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അബൂ ത്വാലിബാണ്. അബൂ ത്വാലിബ് വേണ്ടത്ര കാര്യങ്ങളൊക്കെ നബിതങ്ങൾക്ക് സഹായം ചെയ്തു, വിശ്വാസിയായിട്ടില്ലെങ്കിലും. ആ അബൂ ത്വാലിബിനോടും ശത്രുക്കൾ പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടുതരണം, മുഹമ്മദ് നിങ്ങൾ സംരക്ഷണം കൊടുക്കരുത്
എന്ന് പറഞ്ഞപ്പോഴും അബൂ ത്വാലിബ് പിന്മാറിയില്ല. അബൂ ത്വാലിബ് പറഞ്ഞു നബിയോട്, മുഹമ്മദ് ഇനിയൊന്ന് രഹസ്യമാക്കി വെക്ക് എന്ന് പറഞ്ഞു. അപ്പോഴാ പറഞ്ഞത്, എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ സൂര്യനെ വെച്ച് തന്നാൽ മറ്റേ കയ്യിൽ ചന്ദ്രനെ വെച്ച് തന്നാൽ ഞാൻ ഇതിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല, സത്യമാണ്. എന്നാൽ അബൂ താലിബ് പറഞ്ഞു, എന്നാൽ തുടർന്നു, ഞാൻ നിൻ്റെ പ്രബോധനം തുടർന്നു കൊള്ളുക, എനിക്ക് കഴിയാവുന്നത്ര എന്നെ സഹായിക്കാം. അബൂ താലിബും മരണപ്പെടുകയാണ്, ഖദീജ ബീവി മരണപ്പെടുകയാണ്. ആ വർഷമാണ് ആമുൽ ഹുസൻ, ദുഃഖവർഷം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ കൊല്ലം. മക്കയിലെ ജീവിതം ദുസ്സഹമായി. അങ്ങനെയാണ് നബി തങ്ങൾ ത്വായിഫിലേക്ക് പോകുന്നത്. സഖീഫ് ഗോത്രക്കാരുടെ ആധിക്യം അവിടെ ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോവുകയാണ്. പക്ഷേ സഖീഫുകാരും അവിടുത്തെ ആളുകളും നബി തങ്ങളെ ഉപദ്രവിച്ചു, കല്ലെടുത്തെറിഞ്ഞു, രക്തം കാലിൽ നിന്നൊഴുകി. നബി തങ്ങൾ വല്ലാതെ വിഷമിച്ചു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞത്, നബിയെ അങ്ങൊന്ന് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹ് സ്വീകരിക്കും. പക്ഷേ അപ്പോഴും നബി തങ്ങൾ അവർക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഈ സമുദായത്തിന് പുറത്തു കൊടുക്കണേ, അറിവില്ലാത്തവരാണ് എന്ന് പറഞ്ഞിട്ട് ഇവരിൽ ആരെങ്കിലും ഒരാൾ നാളെ സത്യവിശ്വാസത്തിലേക്ക് വരികയാണെങ്കിൽ അതാണല്ലോ നല്ലത് എന്ന് പറയാൻ തയ്യാറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എല്ലാ നിലക്കും കുടുംബക്കാരും ബന്ധുക്കാരും ശത്രുക്കളായി മാറിയ ഘട്ടം. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം 53-ാമത്തെ വയസ്സിൽ ഹിജറ പോവുകയാണ്. മദീനത്ത് ചെന്നപ്പോൾ അല്പം ആശ്വാസം. ദീനിൻ്റെ വളർച്ചയും ദീനിൻ്റെ പുരോഗതിയും മദീനയിൽ നിന്ന് നബി തങ്ങൾക്ക് ലഭിച്ചു. ത്വലൽ ബദറു ചൊല്ലി മദീനക്കാർ സ്വീകരിച്ചു. നബി തങ്ങൾ അവിടെ ദീനി പ്രബോധനവുമായി കഴിഞ്ഞുകൂടി. അവിടെ തന്നെ വഫാത്താവുകയും ചെയ്തു. അതും ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചരിത്രം അത് പറയാനോ അത് കേൾക്കാനോ ഉള്ളത് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കൂടെ ഉള്ളതാണ്. ത്യാഗം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് നബി തങ്ങൾ ആ ത്യാഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ദീനിൻ്റെ ദഅവത്തുമായി മുന്നോട്ട് പോയത് റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ്. ആ മുത്തനബി തങ്ങൾ കാണിച്ചെന്ന മാതൃക, ആ ഒരു സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നബി തങ്ങൾ പറഞ്ഞല്ലോ, മൻ തമസ്സക ബി സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലു അജുർമിയതി ഷഹീദ്. എൻ്റെ സമുദായം കുഴപ്പത്തിലാകുന്ന കാലത്ത് ആരെങ്കിലും ഒരാൾ എൻ്റെ ചര്യ മുറുകെ പിടിച്ച് ജീവിച്ചാൽ 100 രക്തസാക്ഷിയുടെ പ്രതിഫലം അവനക്ക് അള്ളാഹു നൽകും എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ. ആ 100 രക്തസാക്ഷിയുടെ പ്രതിഫലം നേടിയെടുക്കാൻ സന്നദ്ധരാവുക, അതിനുവേണ്ടി ഒരുങ്ങുക. ആ ഒരു സുന്നത്തിനെ, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു, എന്നെ ഇഷ്ടപ്പെട്ടാലോ എൻ്റെ കൂടെ അവൻ സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു നമുക്കെല്ലാവർക്കും ഖൈർ നൽകട്ടെ, എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും, ഈ വീഡിയോ ശ്രദ്ധിച്ച, ഇതിൽ കമൻ്റ് ഇട്ട എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു. നിങ്ങളൊക്കെയും ഈ നന്മയെ ചേർത്ത് കൂടെ നിങ്ങളതിനെ ഭാഗമാക്കണം, ഷെയർ ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.